Watch India's largest kids library only on Jio Hotstar. Download the app now. Cullen! Hey, John! Stop in the name of law! Hey! Hey, Motu! John പിടിക്കേ അവൻ പണം മോഷ്ടിച്ച് രക്ഷപ്പെട്ടു പോവാണ്. നല്ല സ്വാദ്, അടിപൊളിയായിട്ടുണ്ട്. എന്റെ അമ്മോ, മോട്ടു നീ ഇവിടെ രുചിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കയാണ്. അവിടെ ആ കള്ളൻ ജോൺ പണം മോഷ്ടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. നോക്കൂ, എനിക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ തന്നെ പോലീസിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കള്ളന്മാരെ പിടിക്കാൻ ഈ നഗരത്തിൽ ഞങ്ങൾ ആരും സഹായിക്കില്ല. ഇത് നിങ്ങൾ ഓർത്തോളണം. സോറി ചിങ്ങം സാർ, വെരി സോറി. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. പോലീസിനെ ആരും തന്നെ സഹായിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിലും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ ചിങ്ങം സാറേ? പത്ലു, നീയെങ്കിലും എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നമുക്ക് ആൾക്കാരുടെ ഇടയിൽ അവയർനെസ് കൊണ്ടുവരാൻ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയാലോ? അതിലൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് പോലീസിനെയും സഹായിക്കേണ്ടതെന്ന്. എക്സലന്റ് പത്ലു, എന്തൊരു അടിപൊളി ഐഡിയ ആണത്. വിത്തൗട്ട് എനി സെൻസർ കട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്രൂവ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു അടിപൊളി ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്നു. എവറി മാൻ ഇസ് എ പോലീസ് മാൻ. യാ, ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ സിനിമ എടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ബാക്കി കാര്യങ്ങളും തീരുമാനിക്കാലോ. ഈ സിനിമയുടെ ഡയറക്ഷൻ ഞാൻ തന്നെ ചെയ്യാൻ പോവുകയാണ്. അതെ, ഞാനേ ഈ പടത്തിന്റെ ക്യാമറമാൻ ആണ് കേട്ടാ. പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പോലീസ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അത് അഭിനയിച്ചോളാം. അതുകൊണ്ട് ഇനി ഞാനും മോട്ടുവും കള്ളന്മാരായി മാറാൻ പോവുകയാണ്. എന്നാൽ ഡോക്ടർ ജട്ക, നിങ്ങൾ നിങ്ങളുടെ കാറിനകത്ത് ഒളിച്ചിരുന്ന് വേണം റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ ആവുമ്പോ നമുക്ക് ശരിക്കും പബ്ലിക്കിന്റെ ആക്ച്വൽ റിയാക്ഷൻ കിട്ടും. പിന്നെ മോട്ടു, നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയും. ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടുത്തെ കള്ളന്മാരൊന്നും കക്കാൻ പോയില്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ ജീവിക്കും? ഈ ഷോർട്ട് ഫിലിമിന് എന്തായാലും ശരി, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് ജോൺ ചെയ്യുന്ന സത്യമാണ്, ഞാൻ തന്നെ സത്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് നടക്കില്ല, ഉറപ്പായിട്ടും. വേഗം ഇടതാ, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. ഓർമ്മയിൽ ഇരിക്കട്ടെ, ഞാൻ പറയുന്നതൊക്കെ ശബ്ദമായിട്ട് പറയണം. എവരി മാൻ ഈസ് എ പോലീസ് മാൻ എന്ന് നിങ്ങൾ പറയണം. യെസ് ബോസ്, വി ആർ റെഡി. ഓക്കെ, നമ്പർ 1, നമ്പർ 2, പ്ലാൻ പ്രകാരം നിങ്ങളുടെ പണി നിങ്ങൾ തുടങ്ങിക്കോ. അതേ മോട്ടു, ഇതെന്താ? ഈ ലോക്കർ ആരോ കാലിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ കള്ളന്മാർ ഇവിടെ വന്നിട്ട് നമുക്ക് മുമ്പ് തന്നെ ഇറങ്ങി. ഓടിക്കോ ഓടിക്കോ, ഗാർഡ്സ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് ഓടിക്കോ. എവരി മാൻ ഈസ് എ പോലീസ് മാൻ. കള്ളന്മാർ കള്ളന്മാർ കള്ളന്മാർ. നമ്മുടെ മുഖംമൂടി അവരെ എടുത്തു മാറ്റുന്നതിന് മുമ്പ് വേഗം ഓടിക്കോ. ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായി മോട്ടവും പത്തലവും കൂടി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലും ശരി, മോട്ടു പത്തലും എന്ത് ജോലി ചെയ്യാണല്ലോ, അത് നേരെ ആയാലും ശരി, വളഞ്ഞ വഴിയാണല്ലോ ശരി, അതൊരു വെറൈറ്റി സാധനമായിരിക്കും. ആരെ കണ്ടാലും മോട്ടുവിനെ കുറിച്ചാണല്ലോ അങ്ങനെ പുകഴ്ത്തി പറയുന്നത്. ഈ ഡോൺ ആ മര്യാദയൊക്കെ തകർത്തെറിയാൻ പോവുകയാണ്. തടാ തടാ തട തടാ. ഇത്രയും പേര് എവിടുന്നാ വന്നത്? Stop in the name of law. I said stop. Charge.
അവിടെ നിൽക്ക്. ഞങ്ങള് പോലീസാണ്. ഏയ്, നിങ്ങളെ വെറുതെ വിടില്ല. ഓടല്ലേ ഓടല്ലേ അവിടെ നിൽക്കാൻ. അതിപ്പോ if every man is a policeman, അപ്പൊ every dog is a police dog. അതെ അതെ പിടിക്കാം വാ. എന്റെ അമ്മോ! ഞങ്ങളിപ്പോ പോവുകയാണ്. പക്ഷെ ഇനിയും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വിടൂല. അതുങ്ങള് പോയെന്നാ തോന്നുന്നേ. ഓടിക്കോ മോട്ടോ. Every dog is a policeman. അവന്മാരെ വിടരുത്. പിടിക്ക് പിടിക്ക് വേഗം പിടിക്ക്. പൊളിച്ചെടുത്തല്ലോ. ആരാണ് നിങ്ങളൊക്കെ? ഇതിനകത്തേക്ക് കയറിയത്? പുറത്തേക്ക് പോ, വേഗം പോവാൻ. സീതാറാം, ഇത് ഞങ്ങളാണ്, നിങ്ങളുടെ മോട്ടു പത്ലു. വിഷമിക്കല്ലേ എന്റെ ചങ്ക എന്റെ ബ്രോ മോട്ടു പത്തു. നിങ്ങൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നു? എന്റെ അടുത്ത് പറയൂന്നേ. അതെ, ആരോ ഒരാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് വന്നു. അയാൾ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ സാധനങ്ങൾ എടുത്ത് വരുമ്പോ ഇവൻ ഒച്ച വെച്ച് ആളെ കൂട്ടാലോ. എടാ മോട്ടു പത്ലു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ വിഷമിക്കല്ലേ. നമുക്ക് ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിലെന്തെങ്കിലും കിട്ടും. വരും നോക്കാം. ഓ, അപ്പൊ ഇത് ജോണിന്റെ കളിയായിരുന്നോ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? ജോണിനെ തകർക്കാൻ ആലോചിക്കൂ. ഐഡിയ കേക്ക്. ഞാൻ പറയുന്ന പ്ലാൻ കേക്ക്. അതെ ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസ എടുക്കൂ. ഇവിടെയുള്ള അവന്മാരുടെ തല്ല് കൊണ്ടിട്ട് എന്റെ ശരീരം തീരെ പോയി. പത്ലു, ഇനി ഒരു 2-3 ദിവസം ഞാൻ ഒരു പണിയും ചെയ്യില്ല. എപ്പോഴും വിശ്രമിക്കുക മാത്രം. മോഷ്ടിക്കുന്നവരൊക്കെ മോഷ്ടിക്കട്ടെ. ഞാനും ഒരു ചെറിയ അവധി എടുത്ത് പോവാണ്. അതിന് കാരണം എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വേണ്ട, ഷോർട്ട് ഫിലിം വേണ്ട. കള്ളന്മാര് മോഷ്ടിച്ച സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വന്നതും എല്ലാവരും അവരോട് പറഞ്ഞത് കേട്ടില്ലേ? എവറി മാൻ ഈസ് എ പോലീസ് മാൻ. എല്ലാവർക്കും നല്ല ബോധം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പണി തീർത്തു. എനിക്കിപ്പോ യാതൊരു ടെൻഷനും ഇല്ല. കൊള്ളേണ്ട സ്ഥലത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്കിപ്പോ കക്കാമല്ലോ. അപ്പൊ മോട്ടു പത്ലു ഇനി എന്റെ വഴിയിൽ വരില്ല. നമുക്ക് വിചാരിച്ച പോലെ എത്ര വേണമെങ്കിലും കക്കാം. വാവ് ബോസ് വാവ്, എന്ത് നല്ല കവിതയായിരുന്നു അത്. അടിപൊളി. കവിതയുടെ കാര്യമൊക്കെ വിട്. ആദ്യം ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യടാ വേഗം. കള്ളൻ കള്ളൻ പിടിക്കവന്മാരെ. എവരി മാൻ ഈസ് എ പോലീസ്മാൻ. ആരാണ് ശബ്ദമിട്ടത്? ആരാണ്? ആരാണത്? അതാ നോക്കൂ അങ്ങോട്ട്. അതാ അയാൾ ഓടുകയാണ്. അയാളെ പിടിക്കൂ. ജോൺ നിക്ക്, ഓടല്ലേ. ഞങ്ങള് വിടാൻ പോകുന്നില്ല. എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നേ? നിക്ക്. നിക്ക് അവിടെ. നിക്കാനാ പറഞ്ഞത്. പിടിക്ക്. ഓടല്ലേ. നിക്കടാ അവിടെ. നിൽക്കാനാ പറഞ്ഞത്. അവന്മാരെ തല്ലട്ടെ. പിടിക്ക്. ഞങ്ങള് തല്ലട്ടെ. നിങ്ങൾ അവിടെ നിൽക്ക്. പിടിക്ക്. പിടിച്ചോ. അവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. പിടിച്ചോ. രക്ഷപ്പെട്ട് ഓടുന്നു. എങ്ങോട്ടാണ് ഓടുന്നത്? ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഒന്ന് നിർത്തിക്കേ വേഗം. ഡോക്ടർ ജട്ക, എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, അതൊന്നുമില്ല. ക്യാമറയുടെ ആംഗിൾ ശരിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. ദേ നോക്കിയേ, ശ്രദ്ധിച്ച് ജോണിന്റെ മുഖം കാണുന്ന പോലെ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ?
അതെ അതെ ശരിയാ. ഇപ്പൊ കണ്ടില്ലേ, കള്ളനെ നമ്മൾ പിടിച്ചു. ഇതോടെ നമുക്ക് നമ്മുടെ ഷോർട്ട് ഫിലിം അങ്ങ് തീർക്കുകയും ചെയ്യാം. അടിക്കൂ, ഒന്നൂടെ അടിക്കൂ അവനെ, ഒന്നൂടെ അടിക്കൂ പ്ലീസ്. ജോൺ, ക്യാമറയ്ക്ക് നന്നായിട്ട് പോസ് ചെയ്യണം കേട്ടോ. ഇത് ചീറ്റിംഗ് അല്ലേ? ഷോർട്ട് ഫിലിം എന്ന പേരിൽ എന്നെ അടിച്ചടിച്ച് എന്നെയാണ് നിങ്ങൾ ഷോർട്ട് ആക്കുന്നത്. വേണ്ട വേണ്ട, പ്ലീസ് എന്നെ വിട്ടേക്ക്. ചിങ്കം സാർ, എടാ നമ്പർ 1 നമ്പർ 2 വേഗം ഓടിക്കണം. വേഗം. ഇനി ഒരു പ്രാവശ്യം മോഷ്ടിക്കാൻ ഇറങ്ങുമ്പോൾ നല്ലോണം ആലോചിക്കൂ. എന്താണ് ആലോചിക്കേണ്ടത്? പറയൂ ചേട്ടന്മാരെ. Watch India's largest kids library only on Geo Hotstar. Download the app now.